ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഓരോ കഥകളിലേക്ക് നാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒരുപാട് അനേകം പല രംഗത്തേക്കും എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എഴുതി 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 പലരും നിരസിച്ചെടുത്ത അങ്ങനെ ഒടുവിലൊരു ട്രെയിൻ യാത്രയിൽ തൻ്റെ ഒരു ആശയം ഉദിച്ച് ഹാരി പോട്ടർ എന്നുള്ള ഒരു പുസ്തകത്തിന് ഉത്ഭവം നൽകുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതിയ സമയത്ത് ഇന്ന് ലോകത്ത് തന്നെ ഒരുപാട് അനേകം കോപ്പികൾ വിറ്റയക്കപ്പെട്ട ഒരു പുസ്തകമായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുസ്തകത്തിൻ്റെ വളർച്ച കൊണ്ട് ഏകദേശം 80 ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് കോപ്പികൾ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ എഴുതാൻ താല്പര്യമുള്ള ആരൊക്കെയുണ്ട്? ഈ എഴുത്ത് എന്നുള്ള മേഖല നമുക്ക് എല്ലാവർക്കും പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷേ നമ്മൾ ഒരുപാട് അയച്ചാലും നിരസിക്കാനും എല്ലാത്തിനും ഒരുപാട് പേരുണ്ടാകും. പക്ഷെ അവിടെ തളരാതെ നിൽക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാണ്ട് വിജയം കൈവരിച്ച ഒരാളും ഇല്ല. അതായത് നമുക്ക് അറിയോന്നറിയില്ല, ചിലർക്കെല്ലാം അറിയുന്നുണ്ടാവും. അരുണിമ എന്ന് പറഞ്ഞൊരു സ്ത്രീ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എവറസ്റ്റ് കൊടുമുടി വികലാംഗയായ ഒരു സ്ത്രീ കീഴടക്കിയത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് അരുണിമ സിംഹയാണ്. അവൾ തൻ്റെ ജീവിതത്തിൽ ഒരു വോളിബോൾ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിരുന്ന അരുണിമ ഒരു ആക്സിഡൻറ്റിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന സാഹചര്യത്തിൽ തൻ്റെ വലതുകാൽ നഷ്ടപ്പെടുകയും പിന്നീടുള്ള ജീവിതത്തിൽ എല്ലാവരും ഉറപ്പിച്ചു വോളിബോൾ ഒരിക്കലും കളിക്കാൻ കഴിയില്ല, കാരണം കാലില്ലാതെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കഴിയാത്ത ഒന്നാണ്. പക്ഷെ അവിടെ എല്ലാവരും അരുണിമൻ്റെ ജീവിതം നശിച്ചു എന്നുകൊണ്ട് ഉറപ്പിച്ച സമയത്താണ് താൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും ഇന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ലോകത്ത് വികലാംഗമായി ഒരു സ്ത്രീ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അരുണിമ എന്ന് തന്നെയാണ്. അവൾ തൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ആത്മകഥയുണ്ട്, ബോൺ അഗെയിൻ ഓൺ ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമുക്കറിയാം പല സാഹചര്യങ്ങൾ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നിന്നാവാം, മറ്റ് പുറത്തു നിന്നാവാം, ഏത് രീതിയിലും കുടുംബപരമായിട്ടില്ല നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെ നമുക്കറിയാം നമ്മുടെ എല്ലാം നേതൃത്വം ആരാ? നമ്മുടെ മഅദീൻ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഈ വെല്ലുസ്താദിൻ്റെ ജീവിതം തന്നെ നാം നോക്കുകയാണെങ്കിൽ വെല്ലുസ്താദ് പ്രസംഗം പറയുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ സഭകളിലെല്ലാം എണീറ്റ് നിന്ന് ഒരുപാട് നേരം പ്രസംഗിക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ പ്രസംഗത്തിൻ്റെ വെല്ലുസ്താദിൻ്റെ പുസ്തകമായിട്ടുള്ള ജീവിതം ഇതുവരെ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഈ പുസ്തകത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടില്ല എന്നല്ല, തന്നെ കൊണ്ട് കഴിയില്ലാത്തൊരു കാര്യത്തെ ആദ്യമായി അഭിമുഖീകരിക്കുന്നുണ്ടായുള്ള അനുഭവം. ഇടയിൽ വെച്ച് വളരെ തുച്ഛമായ ചിലത് മാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഇതെല്ലാം ഏറ്റവും വലിയ മാതൃകയായി മാറുന്നത് പ്രാക്ടീസാണ്. ജീവിതത്തിൽ ആദ്യം വേണ്ടത്, നമ്മുടെ ഒരു വിജയം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കെല്ലാവർക്കും വേണ്ടത് എന്താണ്? പ്രാക്ടീസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. കാരണം പാട്ടാവട്ടെ എഴുത്താകട്ടെ ഏത് രംഗമായാലും പ്രാക്ടീസ് എന്നുള്ളത് അതിൻ്റെ മുഖമുദ്രയാണ്. പ്രാക്ടീസാണ് എല്ലാം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ കണ്ണും ചെവിയും മറ്റ് പല അവയവങ്ങൾക്കും വികലാംഗ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. ഇന്ന് പ്രശസ്തമായൊരു മാധ്യമ പ്രവർത്തകയായിട്ട് ആണ് അദ്ദേഹം ആ സ്ത്രീ ജീവിച്ചിരുന്നത്. ഹെലൻ കെല്ലർ എന്ന് പറയും. നമ്മുടെ ലൈബ്രറിയിൽ തന്നെ അതിൻ്റെ പുസ്തകമുണ്ട്, ഹെലൻ കെല്ലർ എൻ്റെ ജീവിത കഥ എന്ന പുസ്തകം. ഈ പുസ്തകം വായിച്ചവർക്ക് അറിയുന്നുണ്ടാകും അവൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളും മറ്റ് നേരിടേണ്ടി വന്ന പല പ്രതിസന്ധികളും. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് എല്ലാവരും വളർന്നിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 4 മസാല തരട്ടെ. ഈ 4 മസാലകൾ തുടങ്ങുന്നത് ഡി എന്ന അക്ഷരം വെച്ചിട്ടാണ്. ഒന്നാമത്തത് ഡിസയറാണ്, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തത് ഡെഡിക്കേഷൻ, ഒരു ദൃഢനിശ്ചയം വേണം, എനിക്കത് വേണം, അതെനിക്കുള്ളതാണ്, അതെനിക്ക് കിട്ടണം എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായി നാം പറയുന്നത് ഇസ്ലാമിക മതപരമായി നോക്കുമ്പോൾ ആദ്യമായി നാം എണ്ണുന്ന ഡിസിപ്ലിൻ, മര്യാദ എന്ന് പറയുന്നത്.
നാലാമതായി നാം നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനേഷൻ. അതിനോടുള്ള ഡിറ്റർമിനേഷനുമായിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ് അതിന് മറ്റു രീതിയിലുള്ള മുഖഭാവം നൽകുന്നത്. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മുസ്ലിം പടനായകൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതമായ വിശ്വാസപൂർവ്വം നാം ഏവരും വായിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.